ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഒരു സുപ്രധാന തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഫെബ്രുവരി 26-ന് മാഞ്ചസ്റ്ററിലെ ഡെൻഡൻ ആൻഡ് ഗോൾട്ടൺ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്. കേവലം ഒരു പ്രാദേശിക പോരാട്ടമല്ല ഇത്, മറിച്ച് ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ കൊട്ടാരത്തിന്റെ ഇടനാഴികളിൽ വരെ പ്രകമ്പനം കൊള്ളിക്കാൻ ശേഷിയുള്ള ഒന്നാണത്. എന്തുകൊണ്ടാണ് ഈ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഇത്രത്തോളം പ്രധാനപ്പെട്ടതാകുന്നത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മാഞ്ചസ്റ്ററിലെ ഡെൻഡൻ ആൻഡ് ഗോൾട്ടൺ മണ്ഡലത്തിലെ ജനസംഖ്യാ കണക്കുകളാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന് ഇത്രത്തോളം വാർത്താ പ്രാധാന്യം നൽകുന്നത്. ഈ മണ്ഡലത്തിലെ വോട്ടർമാരിൽ 30% പേർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിലെ വിധിയെ സ്വാധീനിക്കുന്ന നിർണായക ശക്തി. ലേബർ പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കായിരുന്നു UK-ലെ മുസ്ലിം സമൂഹം. എന്നാൽ ഇന്ന് ആ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണിരിക്കുന്നു, പ്രധാനമായും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ. പ്രത്യേകിച്ച് ഗസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ലേബർ പാർട്ടി സ്വീകരിച്ച നിലപാടുകൾ മുസ്ലിം വോട്ടർമാരെ അവരിൽ നിന്ന് അകറ്റിയിരിക്കുകയാണ്. അതിനാൽ തന്നെ വർഷങ്ങളായി ലേബർ പാർട്ടിയുടെ കോട്ടയായിരുന്ന ഈ മണ്ഡലത്തിൽ ഇത്തവണ അവർക്ക് തിരിച്ചടി നേരിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ലേബർ പാർട്ടിക്ക് ബദലായി ഇവിടെ ഉയർന്നു വരുന്നത് പ്രധാനമായും രണ്ട് ശക്തികളാണ്. ഒന്ന് പരിസ്ഥിതിവാദികളായ ഗ്രീൻ പാർട്ടി, രണ്ട് വലതുപക്ഷ പാർട്ടിയായ റിഫോം UK. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ദ മുസ്ലിം വോട്ട് എന്ന സ്വാധീന ശക്തിയുള്ള സംഘടന ഇത്തവണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗ്രീൻ പാർട്ടിക്കാണ്. ലേബർ പാർട്ടിയോടുള്ള വിയോജിപ്പും ഗ്രീൻ പാർട്ടിയുടെ നയങ്ങളും മുസ്ലിം യുവാക്കളെയും പ്രൊഫഷണലുകളെയും ആ പാർട്ടിയോട് അടുപ്പിക്കുന്നു. അതേസമയം ലേബർ പാർട്ടിയുടെ വോട്ടുകൾ ഗ്രീൻ പാർട്ടി വിഭജിക്കുന്നത് ആർക്ക് ഗുണകരമാകുമെന്നതാണ് മറ്റൊരു ചോദ്യം. അവിടെയാണ് റിഫോം UKയുടെ പ്രസക്തി. ഈ വോട്ട് ഭിന്നതയുടെ ഗുണം കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് മാറ്റ് ഗുഡ്വിനെ പോലെയുള്ള വലതുപക്ഷ സ്ഥാനാർത്ഥികൾ. ലേബർ പാർട്ടിക്ക് വേണ്ടി ആഞ്ചലിക്ക സ്റ്റോഗിയെയും ഗ്രീൻ പാർട്ടിക്ക് വേണ്ടി ഹന്ന സ്പെൻസറും റിഫോം UKയ്ക്ക് വേണ്ടി മാറ്റ് ഗുഡ്വിനുമാണ് പ്രധാനമായും മത്സര രംഗത്തുള്ളത്. പ്രദേശത്തെ ജനകീയ മുഖമായ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബർണാമിനെ ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നതിൽ നിന്ന് തടഞ്ഞത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ഭിന്നതയും ഉണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിം വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ബർണാം. അദ്ദേഹം മത്സരരംഗത്തില്ലാത്തതും ലേബർ പാർട്ടിക്ക് വലിയ വെല്ലുവിളിയാണ്. മാഞ്ചസ്റ്ററിലെ ഡെൻഡൻ മേഖലയിൽ ഭൂരിഭാഗവും വെള്ളക്കാരായ വോട്ടർമാരാണെങ്കിൽ ഗോർട്ടൺ പ്രദേശം വളരെ വൈവിധ്യമാർന്നതാണ്. ഇവിടെയുള്ള മുസ്ലിം വോട്ടർമാർ ഒരുമിച്ച് ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ അത് ഫലത്തെ പാടെ അട്ടിമറിക്കും. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പല മണ്ഡലങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ലേബർ പാർട്ടിയെ പരാജയപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. അതേ ചരിത്രം ഇവിടെ ആവർത്തിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. റമദാനിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതിനാൽ തന്നെ UK-ലെ മുസ്ലിം സമൂഹം രാഷ്ട്രീയമായി എത്രത്തോളം സംഘടിതരാണ് എന്ന് തെളിയിക്കുന്ന പരീക്ഷണം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ചുരുക്കത്തിൽ ഡെൻഡൻ ആൻഡ് ഗോർട്ടൺ ഉപതെരഞ്ഞെടുപ്പ് ബ്രിട്ടനിലെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചനയാകും. ലേബർ പാർട്ടിയുടെ പരമ്പരാഗത സ്വാധീനം തകരുമ്പോൾ മുസ്ലിം വോട്ടർമാരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഒരു പുതിയ മൂന്നാം പക്ഷത്തിന് കരുത്ത് പകരുമോ അതോ വലതുപക്ഷ പാർട്ടികളുടെ വിജയത്തിന് വഴിയൊരുക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.